നമസ്കാരം. ലോകം എമ്പാടുമുള്ള യുവജനങ്ങളുടെ ഐക്കോണായിട്ടുള്ള ഇലോൺ മസ്ക്, അദ്ദേഹം ഒരു യുവാവാണ്. ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ ഒരു ഐക്കോൺ തന്നെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ. ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഐക്കോൺ തന്നെയാണ് ലോകമെമ്പാടും. ആഫ്രിക്ക ആയിക്കോട്ടെ, ഏഷ്യ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഏത് ഭൂഖണ്ഡത്തിലായാലും ശരി, 7 ഭൂഖണ്ഡങ്ങളിലും വെച്ച് ഏറ്റവും അധികം ജനപ്രീതി നേടിയിട്ടുള്ള ഐക്കോൺ എന്ന് പറയുന്നത് ഇലോൺ മസ്ക് തന്നെയാണ്. ഇലോൺ മസ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അസറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. $450 ബില്യൺ. മില്യൺ അല്ലിത്, $450 ബില്യൺ. ഈ അസറ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു ശരാശരിയായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ 2 ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമാന്യമായ അർത്ഥം ആഫ്രിക്കയിലെ 2 രാജ്യങ്ങൾ ഒരുമിച്ച് വിലയ്ക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇലോൺ മസ്കിന് ഉണ്ടെന്ന് തന്നെയാണ്. അത്ര സമ്പന്നനാണ് ഇലോൺ മസ്ക്. അദ്ദേഹം ഒരു ദക്ഷിണാഫ്രിക്കക്കാരനാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്ക വാങ്ങിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല, കാരണം ഇതിനേക്കാൾ കൂടുതൽ അസറ്റ് അല്ലെങ്കിൽ GDP ആ രാജ്യത്തിനുണ്ടാവും. പക്ഷേ അങ്ങോട്ട് മാറിയ സബ് സഹാറാനായിട്ടുള്ള 2 കൂടുതൽ രാഷ്ട്രങ്ങൾ വാങ്ങിക്കാനുള്ള അസറ്റ് ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള വാങ്ങിച്ചുള്ള മണ്ടത്തരങ്ങളൊന്നും അദ്ദേഹം കാണിക്കുമെന്നല്ല ഈ പറയുന്നത്. അങ്ങനെയുള്ള സമ്പന്നർ ഉള്ള രാജ്യമാണ് അമേരിക്ക എന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷേ അമേരിക്കക്കാരെല്ലാം അതുപോലെ തന്നെ സമ്പന്നരാണ് എന്നൊരു മൗഢ്യം നമ്മളിൽ പലർക്കുമുണ്ട്. അതുകൊണ്ടാണ് അതൊരു സ്വർഗമാണ്, ആ സ്വർഗരാജ്യത്തേക്ക് പോവുകയാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് വിചാരിച്ചുകൊണ്ട് H1B വിസയ്ക്കും മറ്റും എന്തു കൊടുത്തും പോവാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. നമ്മൾ കാണുന്നത് പോലെ ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് മുമ്പിൽ പൂപ്പൂത്താൻ പോലെ വലിയ നിരയായിട്ട് കാണപ്പെടുന്നത്. ഇവിടുത്തെ പറയുമ്പോൾ പൂപ്പൂത്താൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു സംശയം ചിലർക്കെങ്കിലും വരും. പൂപ്പൂത്താൻ എന്ന് പറയുന്നത് ഡച്ചുകാർ ഇന്തോനേഷ്യയെ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടെ കീഴടങ്ങാതെ പിടിച്ചു നിന്ന ഒരു ഒരു ദ്വീപുണ്ട്, ബാലിദ്വീപ്. ആ പേരിലൊരു പുസ്തകം തന്നെ SK പൊറ്റക്കാട്ട് എഴുതിയിട്ടുണ്ട്. ആ ബാലിദ്വീപിനെ ഒരിക്കലും ഡച്ചുകാർക്ക് കീഴടക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അക്കാലത്ത് രാജഭരണമാണ് അവിടെ നിലനിന്നിരുന്നത്. ഡച്ചുകാർ അവരെ ആക്രമിക്കാൻ വന്നു. ആബാലവൃദ്ധം ജനങ്ങളും ചേർന്ന് എതിർത്തു. ഡച്ചുകാർക്ക് പിന്മാറേണ്ടി വന്നു. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് ബാലിദ്വീപുകാർ വിശ്വസിച്ചു. പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡച്ചുകാരുടെ കപ്പൽ അവിടെ വന്നു. അത്ഭുത വസ്തുവായിട്ട് ബാലിദ്വീപുകാരും മറ്റ് ഇന്തോനേഷ്യക്കാരും എല്ലാം കാണാൻ വന്നു നിന്നു. അപ്പോൾ വലിയ വലിയ യന്ത്രങ്ങൾ അതിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നതും കണ്ട് കൗതുകത്തോടെ കുട്ടികളും നോക്കി നിന്നു. അതിങ്ങനെ കുറച്ച് ദിവസം തുടർന്നു ഇറക്കി വയ്ക്കൽ ക്രിയ. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിക്കുന്ന ഘോരാരവങ്ങളോടുകൂടി ഇന്തോനേഷ്യയുടെയും ബാലിദ്വീപിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും വെടിയൊച്ചകൾ കേട്ടു. അവിടെ നിന്ന് കപ്പലിൽ ഡച്ചുകാർ കടത്തിക്കൊണ്ടുവന്ന പീരങ്കികളായിരുന്നു. പീരങ്കികളുടെ സ്ഫോടനത്തിൽ അവിടുത്തെ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും തകർന്നടിഞ്ഞു വീണു, ജഡവസ്തുക്കളായിട്ട് തീർന്നു. ബാലിദ്വീപിൻ്റെ കൊട്ടാരത്തിന് നേരെയും പീരങ്കികൾ നീട്ടി. പീരങ്കികൾ ആ കൊട്ടാരത്തെ തകർത്തു കഴിഞ്ഞതോടുകൂടി ഡച്ചുകാർ, അവരുടെ പട്ടാളക്കാർ ചിട്ടയായിട്ട് മുറയായിട്ട് ബാലിദ്വീപിന് നേരെ നടന്നെടുത്തു. അപ്പോൾ ഒരിക്കലും കീഴടങ്ങുകയില്ല. കീഴടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിലേക്ക് ഇവരെ മാറ്റും എന്നുള്ളതായിരുന്നു ഇവരുടെ പേര്. മുഴുവൻ ഹിന്ദുക്കളാണ്, ഇപ്പോഴും ഹിന്ദുക്കളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ള ഹിന്ദുക്കളാണ്. ഒരിക്കലും മതം മാറുകയില്ല, ആരും അവിടെ മതം മാറുകയില്ല. മതം മാറിയിട്ടുള്ളവർ 3-ാം ദിവസം തിരിച്ച് ഹിന്ദുക്കളായിട്ട് വന്നിട്ടുണ്ട് എന്ന് SK പൊറ്റക്കാട് തന്നെ പറയും. അപ്പോൾ എന്താണൊരു വഴി? ഈ ബാലിദ്വീപിനെ
അതിൻ്റെ ഹിന്ദുമതത്തിനെ നിലനിർത്താൻ ഒരു വഴി ആയിട്ട് അവർ കണ്ടു. പിറ്റേ ദിവസം ഡച്ചുകാർ കാണുന്ന ആ വ്യൂ പോയിന്റിൽ പറയാം. ഡച്ചുകാർ കാണുന്നത്, അവരുടെ പട്ടാള മേധാവി കാണുന്നത്, അവർ ക്യാമ്പ് അടിച്ചിരിക്കുന്ന ഒരു കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിൽ അവർ കീഴടക്കിയതാണ്. ബാലിദ്വീപിലെ കൊട്ടാരമാണ്, രാജാവിരിക്കുന്ന കൊട്ടാരം. അവർ സ്വന്തമാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങൾ ഒരു സുവർണ്ണ നദി പോലെ ഇങ്ങനെ ഒഴുകി വരിക. കാരണം അവരുടെ സകല ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം കൈകളിൽ ഓരോ ചെറിയ കത്തി പോലുള്ള ആഭരണങ്ങൾ. 2-3 വയസ്സുള്ള കുട്ടികൾ, നടക്കാനാവുന്ന കുട്ടികൾ വരെ ഉണ്ടെന്നേ, സ്ത്രീകളും ഉൾപ്പെടെ. ഒരൊറ്റയാളും ബാക്കി ബാലിദ്വീപിലില്ല. അപ്പോൾ അതൊരു വലിയ നദിയായിട്ട് ഇങ്ങനെ വരികയാണ്. വന്നിട്ട് ഈ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് വന്നു. അപ്പോൾ പീരങ്കികളുമൊക്കെ ഉറപ്പിച്ചുകൊണ്ട് സൈനികർ ജാഗ്രതയാണ്. കാരണം ഇവരെ ആക്രമിക്കാൻ വരികയാണ്. ഒരു നിമിഷം കൊണ്ട് വെടിവെച്ച് വീഴ്ത്താവുന്നേ ഉള്ളൂ. കാരണം ഇവർക്ക് തോക്കില്ല, പീരങ്കിയില്ല, വെടിമരുന്നിനെക്കുറിച്ചുള്ള അറിവ് പോലുമില്ല. അപ്പം അങ്ങനെ ഒഴുകി നദിയായിട്ട് വന്ന ജനക്കൂട്ടത്തെ പീരങ്കി കൊണ്ട് തകർക്കാമെന്ന് അവിടെ പട്ടാള മേധാവികൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചു. ആ നിമിഷമാണ് ഒരു അത്ഭുത കാഴ്ച അവർ കാണുന്നത്. അതിൽ 100 കഴിഞ്ഞ വൃദ്ധന്മാരും 3 വയസ്സ് കഴിഞ്ഞ കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും അവരുടെ കയ്യിൽ കരുതിയിരുന്ന ആ ആയുധം സ്വന്തം നെഞ്ചത്തെ കാഴത്തിൽ അമർത്തിക്കൊണ്ട് മറ്റൊരു പുഴ, സുവർണ്ണമതിയായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആഭരണങ്ങൾ കൊണ്ട് തിളങ്ങുമായിരുന്ന ആ പുഴ ഒരു ചോരപ്പുഴയായി, ഒരു രക്തപ്പുഴയായിട്ടങ്ങ് മാറി. ജപ്പാൻകാർ നടത്തുന്ന ഹരാഗിരി പോലെ ആ ബാലിദ്വീപുകാർ അവരുടെ സംസ്കാരത്തെ രക്ഷിക്കാൻ ആക്രമണത്തിൽ നിന്ന് തടയാൻ വേണ്ടി ചെയ്ത പരിപാടി. രക്തനദി ഇങ്ങനെ ഒഴുകുന്നത് കണ്ട് ഡച്ചുകാർ അതിൻ്റെ മുമ്പിൽ സ്തംഭിച്ചു നിന്നു. ഈ മനുഷ്യ മഹാപ്രവാഹത്തിന് മുമ്പിൽ സ്തംഭിക്കാത്ത ഡച്ചുകാർ അതിൻ്റെ മുമ്പിൽ സ്തംഭിച്ചങ്ങനെ നിന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പൂപ്പൂത്താൻ എന്നുള്ള വാക്കിവിടെ പ്രയോഗിച്ചത്. അതുപോലെയാണ് ഈ അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് മുമ്പിൽ നമ്മുടെ ആൾക്കാർ അങ്ങോട്ടൊന്ന് ചേക്കേറാൻ 7 സാഗരങ്ങൾക്ക് അപ്പുറത്തുള്ള സ്വർഗം, 7ാം സ്വർഗം, അവിടത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ക്യൂ പാലിച്ച് അച്ചടക്കത്തോടു കൂടി മണിക്കൂറുകളോളം ക്ഷമയോടുകൂടി നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഈ ഇലോൺ മസ്ക് ഉള്ള ഇതേ രാജ്യത്ത് തന്നെ 15 ലക്ഷത്തോളം ആളുകൾ, 15 ലക്ഷമല്ല 150 ലക്ഷം, 15 മില്യണാണ്. അപ്പം 150 ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതമാണ്. അപ്പോൾ പിന്നെ എവിടെ താമസിക്കും? അതിനാണ് ഗട്ടോകൾ എന്ന് പറയുന്നത്. ഈ ഗട്ടോകൾ എന്നുള്ള വാക്ക് പ്രയോഗിച്ചത് അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ നേതാവായിട്ടുള്ള മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറാണ്. അദ്ദേഹം നടത്തിയ എനിക്കൊരു സ്വപ്നമുണ്ടെന്നുള്ള സുപ്രസിദ്ധമായിട്ടുള്ള വിശ്രുതമായ പ്രസംഗത്തിലാണ് ഈ ഗട്ടോസിനെ കുറിച്ച് പറഞ്ഞത്. ഗട്ടോസിൽ ജീവിക്കുന്നവർ കൂടുതലും കറുത്ത വർഗക്കാരാണ്. ആ കറുത്ത വർഗക്കാരും കൂടി ഉൾക്കൊള്ളുന്നതാണ് അമേരിക്ക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇലോൺ മസ്ക് മാത്രമല്ല, ഇന്ന് അവിടെ പലരും പട്ടിണി കൂടുകയാണ്. കാരണം എന്താണ്? ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരുമുള്ള തർക്കം. അതായത് ഈ ബജറ്റിലൂടെ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങളെ എതിർക്കുന്ന ഡെമോക്രാറ്റുകൾ കൂടി പിന്തുണച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ ധനവിനിയോഗ ബിൽ പാസ്സാവുകയുള്ളൂ. ധനവിനിയോഗ ബിൽ പാസ്സായെങ്കിൽ മാത്രമേ ട്രഷറിയിൽ നിന്നുള്ള പണമെടുത്ത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെ തന്നെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനും ഉപയോഗിക്കാൻ പറ്റൂ. ആ ഒരു സംഗതി ഇതുവരെ നടന്നിട്ടില്ല. ഏതാണ്ട് 1 മാസത്തോളമായി. ആ 1 മാസത്തോളമായി അവിടെ പട്ടിണി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം കിട്ടാത്ത ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് തൊഴിലില്ലാത്ത ആളുകളുടെ അവസ്ഥയെ പോലെയാണ്. തൊഴിലില്ലാത്തവരും ധാരാളമുണ്ട്. അതുകൊണ്ടാണ് അവിടെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്നാണ് വംശീയമായിട്ടുള്ള ഒരു തരം വിദ്വേഷം ഉണ്ടാകുന്നത്. ആ വംശീയ വിദ്വേഷം ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ് കൂടുതലും. നമ്മൾ ബ്രൗൺ സ്കിന്നായിട്ട് എത്ര വെളുത്ത തൊലിയുമായിട്ട് ഇവിടുന്ന് പോയാലും അവർ ബ്രൗൺ സ്കിൻഡ് ഏഷ്യൻസ് എന്ന് മാത്രമേ നമ്മളെ കണക്കാക്കൂ. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു തരം റേസിസം. ഓസ്ട്രേലിയയിലൊക്കെ അത് പ്രബലമായി വന്നു കഴിഞ്ഞു, ബ്രിട്ടനിലും വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലൊക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്വപ്നം കാണുന്നതിന് മുമ്പ് അതിഥി തൊഴിലാളികളായിട്ടുള്ള ബംഗാളികളൊക്കെ കേരളത്തിൽ എങ്ങനെയാണോ അത്രമാത്രം സ്ഥാനമേ ഉള്ളൂ ഇന്ത്യക്കാരായിട്ടുള്ള കേരളീയരായിട്ടുള്ള നമുക്ക് അവിടെയെന്ന് ഓർക്കണം. എൻ്റെ മകൻ US-ലാണ്, ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു
എന്നൊന്നും പറയണ്ട. ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്കവിടെ പോകേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായിട്ടങ്ങ് നമ്മളൊരു പൊങ്ങച്ചത്തിലേക്കോ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് പറയുമ്പോഴും തീർച്ചയായിട്ടും അവിടെ വരുമാനം കൂടുതൽ കിട്ടുന്നുണ്ട്. തീർച്ചയാണത്, പല മടങ്ങ് വരുമാനം കിട്ടും. പക്ഷേ പല മടങ്ങാണ് അവിടുത്തെ ടാക്സ്, പല മടങ്ങാണ് അവിടുത്തെ ചെലവ്, ഇതെല്ലാം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു സ്വപ്നഭൂമിയായിട്ട് കരുതേണ്ടതില്ല. നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സ്വർഗം ഉണ്ടാക്കുവാനുള്ള ഒരു ഇക്കോസിസ്റ്റം നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഭ ഇവിടെ തന്നെ വിനിയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഗുണമേന്മയുള്ള ഒരു ജീവിതം നമുക്കെങ്കിലും അതോടൊപ്പം മറ്റുള്ളവർക്ക് ഉറപ്പാക്കാൻ കഴിയും. എന്തായാലും ഇന്ത്യ ഒരു ഡെഡ് എൻഡിലല്ല. ഇന്ത്യൻ എക്കോണമി ഡെഡുമല്ല. ഫാസ്റ്റസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കോണമിയാണ്. തീർച്ചയായിട്ടും ഈ റേറ്റിൽ പോയി കഴിഞ്ഞാൽ 2047 അതൊരു വികസിത രാജ്യമാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരന്മാർക്ക് വിദേശത്തെ ആശ്രയിച്ചുകൊണ്ട് ജോലി തേടിപ്പോകേണ്ട ആവശ്യമില്ലാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറും. ആ മാറ്റം തീർച്ചയായിട്ടും ഈ സ്വർഗത്തിലേക്ക്, ഏഴാം കടലിനക്കരേക്കുള്ള നമ്മുടെ കുടിയേറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യും. അതുപോലെ തന്നെ അമേരിക്ക ഡെഡ് എൻഡിലാണ്. അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എക്കോണമി താഴോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ട്രംപിൻ്റേതായിട്ടുള്ള ഒരു ചുങ്കത്തിൻ്റേതായിട്ടുള്ള യുദ്ധം അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിൽ നിന്നും അദ്ദേഹം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകേണ്ടി വരുന്നത് അമേരിക്കൻ ജനതയുടെ അക്കാര്യത്തിലുള്ള അസ്വസ്ഥതയുടെ കൂടി ഫലമായിട്ടാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അമേരിക്കയെ ഒരു സ്വർഗഭൂമിയായിട്ടൊന്നും കരുതേണ്ടതില്ല. താമസിയാതെ തന്നെ ഒരു നരകവാതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയാണ് അതിനുള്ളത്. അതേസമയം ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് അതിൻ്റെ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഇപ്പോൾ അതിവേഗത്തിലായിട്ടുള്ള ഒരു യാത്രയുടെ മധ്യത്തിലാണ് എന്നുകൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.